CPM സഹയാത്രികനും മുൻ കോൺഗ്രസ് നേതാവുമായ പി സരണിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ച് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ രാഗരഞ്ജിൻ. സരിന്റെ ഭാര്യ സൗമ്യ സരിനെ അഭിസംബോധന ചെയ്തായിരുന്നു പോസ്റ്റ്. കാസർഗോഡ് വെച്ചാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നും അവിടെ ഒപ്പം താമസിക്കാൻ സരിൻ നിർബന്ധിച്ചെന്നുമായിരുന്നു രാഗരഞ്ജിനിയുടെ ആരോപണം. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാവാണ് രാഗരഞ്ജിനി. എന്നാൽ സരിൻ കാരണം തനിക്ക് എവിടെയും തലകുനിക്കേണ്ടി വന്നില്ല എന്നായിരുന്നു സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ മറുപടി നൽകിയത്. നിയമ നടപടി സ്വീകരിക്കാൻ രാഗരഞ്ജിനിയോട് പറഞ്ഞ സൗമ്യ അതിന് പൂർണ്ണ പിന്തുണയേകുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടി നൽകി. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നപ്പോൾ രാഹുലിനെ സംരക്ഷിച്ച് രാഗരഞ്ജിനി നിലപാടെടുത്തിരുന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് പിൻവലിക്കൽ അങ്ങനെ സംഭവ ബഹുലമാണ്. ഡോക്ടർ സൗമ്യ സരിനിട്ട പോസ്റ്റാണ് രാഗരഞ്ജിനിയുടെ പ്രകോപനം. തന്റെ ഭർത്താവ് കാരണം തനിക്ക് എവിടെയും തലകുനിക്കേണ്ടി വന്നില്ല, തന്റെ ഭർത്താവ് ആർക്കും മരുന്ന് നൽകിയിട്ടില്ല എന്ന തരത്തിൽ ഡോക്ടർ സൗമ്യ ഇട്ട പോസ്റ്റിന് ശേഷമാണ് രാഗരഞ്ജിനിയുടെ ആരോപണം വരുന്നത്. എന്താണ് ഈ ആരോപണം? എന്താണ് സൗമ്യ അതിന് നൽകുന്ന മറുപടി? ശ്രീജ, ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് രാഗരഞ്ജിനി. അവർ ഇന്നലെയാണ് ഇങ്ങനെ സൗമ്യയ്ക്ക് മറുപടി എന്ന നിലയിൽ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഡോക്ടർ സൗമ്യ സരി, നിങ്ങളുടെ ഭർത്താവിനെതിരെ എനിക്ക് പരാതിയുണ്ട്, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് രാഗരഞ്ജിനി ഇന്നലെ രാവിലെ ഇട്ടത്. സത്യത്തിന്റെ മുഖം എത്ര വികൃതമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് സരിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായി, ആ വ്യക്തി അത്രയേറെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. സമരാഗിരിക്ക് കാസർഗോഡ് പോയപ്പോൾ അവിടെ രാത്രി സ്റ്റേ ചെയ്യാൻ സരിൻ നിർബന്ധിച്ചു. സ്നേഹപൂർവ്വം താൻ നിരസിക്കുകയായിരുന്നു. ഇതായിരുന്നു രാഗരഞ്ജിനിയുടെ ആദ്യത്തെ പോസ്റ്റ്. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് വന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച് CPM സഹയാത്രികനെ മാറിയ CPM വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന യുവ നേതാവാണ് ഡോക്ടർ സരിൻ. ആ സരിനെതിരെ ഇത്തരമൊരു പോസ്റ്റ് വന്നതോടുകൂടി കോൺഗ്രസ് ഹാൻഡിലുകൾ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നത് വലിയ രീതിയിൽ അത് ഏറ്റെടുത്തു. വലിയ വിമർശനവുമായി ആളുകൾ രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ രാഗരഞ്ജിനി ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് പറഞ്ഞത്, സത്യത്തിന്റെ മുഖം എത്ര വികൃതമാണ്, തല പൊട്ടിപ്പൊളിയുന്നു, തുറന്നു പറയാൻ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അപ്പോൾ മറ്റുള്ളവരെ കാര്യം ആലോചിക്കുക. ഞാനിട്ട പോസ്റ്റ് പിൻവലിച്ചതിക്ക് മാനസികമായി കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനത്തിന് പോകാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നായിരുന്നു വിശദീകരണ പോസ്റ്റിൽ. ഈ പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഗരഞ്ജിനി ഇട്ട പോസ്റ്റിൽ പറഞ്ഞപ്പോഴും ഈ ആരോപണം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സൗമ്യ സരിൻ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത് മുതൽ സരിനും സൗമ്യയുമൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട്, രാഹുലിനെ ആക്രമിച്ചുകൊണ്ട് നിരവധി ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടതാണ്. രാഹുലിനെ കളിയാക്കിക്കൊണ്ട് തന്റെ ഭർത്താവ് ഒരിക്കലും ആരോടും ഇത്തരത്തിൽ പെരുമാറിയിരുന്നില്ല, ആർക്കും ഒന്നും കലക്കാൻ മരുന്ന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവിന് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സൗമ്യ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുള്ള മറുപടിയായാണ് ഈ രാഗരഞ്ജിനിയുടെ പോസ്റ്റ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. തുടർന്ന് സൗമ്യ തന്നെ ഇന്നലെ ഇതിൽ മറുപടിയുമായി രാഗരഞ്ജിനി ചേച്ചി എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ഇത്ര നാൾ തുറന്നു പറഞ്ഞില്ല, രാഹുലിനെതിരെ ആരോപണം വന്നതുകൊണ്ടാണ്, അതിന് മറയ്ക്കാനാണെന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ഡോക്ടർ സൗമ്യ സരിൻ മറുപടിയായി നൽകിയത്. മാത്രമല്ല, രാഗരഞ്ജിനിയോട് നിയമ നടപടി സ്വീകരിക്കാൻ സൗമ്യ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിയമ നടപടി സ്വീകരിച്ചാൽ തന്റെ എല്ലാ പിന്തുണയും 6-ാം തീയതി വരെ കേരളത്തിലുണ്ടാകും, എല്ലാ പിന്തുണയും രാഗരഞ്ജിനിക്ക് ഉണ്ടാകുമെന്ന് കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സൗമ്യ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണം വന്നപ്പോൾ അന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ ആർക്കും വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല ഈ നേതാവിനെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ജെൻഡർ നേതാവ് രാഗരഞ്ജിനിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടിനെ വളരെയധികം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാവായിരുന്നു രാഗരഞ്ജിനി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സരിനും സൗമ്യയുമൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക്, പരിഹാസങ്ങൾക്കുള്ള മറുപടിയായി രാഹുൽ മാങ്കൂട്ടം ക്യാമ്പ് ഓപ്പറേറ്റ് ചെയ്തതെന്ന വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സരിനുമായി ബന്ധപ്പെട്ടവരുമൊക്കെ നൽകുന്നത്. അരുൺ, ഇപ്പോ ഒരു 12 മിനിറ്റ് മുൻപ് രാഗരഞ്ജിനിയുടെ പുതിയൊരു പോസ്റ്റ് കൂടി വന്നിരിക്കുന്നു. സൗമ്യ ചോദിച്ചു വാങ്ങിയതല്ലേ, നിങ്ങളുടെ ഭർത്താവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടതുപോലുമില്ല, എൻ്റെ അനുഭവം, എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ് പൂർണ്ണമാക്കാതെയുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ 12 മിനിറ്റ് മുൻപ് ഇട്ടിട്ടുള്ളത്. സൗമ്യ ചോദിച്ചു വാങ്ങിയതല്ലേ, നിങ്ങളുടെ ഭർത്താവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. സൗമ്യ തൊട്ടു മുൻപ് ഈ രാഗരഞ്ജിനിക്ക് മറുപടിയായിട്ട പോസ്റ്റിൽ ഈ രാഗരഞ്ജിനിയുടെ പോസ്റ്റിന്റെ ടൈമിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ടായിരുന്നു.
ഈ ആരോപണം അതുകൊണ്ടാണ് ഈ സമയത്ത് പറയുന്നത്. അതാണോ രാഗരഞ്ജിനി പറയാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അത്ര ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ അവിടെ സരിനും രാഹുലിനെ ഇത്രയധികം അധിക്ഷേപിക്കുന്ന, രാഹുലിനെ വിമർശിക്കുന്ന, വെല്ലുവിളിക്കുന്ന സരിനും ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കുക തന്നെയാണ് ഈ പോസ്റ്റിന്റെ ലക്ഷ്യം. അതുതന്നെയാണ് രാഗരഞ്ജിനി ഇന്നലെ ആ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് പെട്ടെന്നുകൊണ്ടോ പക്ഷേ ആ പിൻവലിക്കുമ്പോഴേക്കും വലിയ രീതിയിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ പോസ്റ്റിലും സൗമ്യ ചോദിച്ചു വാങ്ങിയതാണ് എന്ന ഒരു മറുപടിയാണ് രാഗരഞ്ജിനി നൽകുന്നത്. ഇലക്ഷൻ സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെതിരെ എന്തുകൊണ്ട് ആ സമയത്ത് പോസ്റ്റ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചില്ല എന്ന് സൗമ്യ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ്, ഇലക്ഷൻ സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെതിരെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. 8 നിലയിൽ സരിൻ പൊട്ടുമെന്ന് അറിയാം. എന്റെ അനുഭവമാണ് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കയ്യിൽ കൈകൊടുക്കുമ്പോൾ വിരൽ കൊണ്ട് ചൊറിയുമെന്ന് പറഞ്ഞ് ഞാനല്ല മറ്റൊരാളാണ് തുടങ്ങിയ ആരോപണങ്ങളും സരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ, കേസെടുക്കാനായിരുന്നെങ്കിൽ അന്നേ കേസ് കൊടുത്തേനെ. ഡോക്ടർ സൗമ്യ സരിൻ, നിങ്ങൾ കേസ് കൊടുക്കണം മാനനഷ്ടത്തിന്, നിങ്ങളുടെ ഭർത്താവിനെ അഗ്നിശുദ്ധി വരുത്തി സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന വിമർശനവും ഈ പോസ്റ്റ്. അതായത് ഇത് സരിനെതിരെ കൂടിയുള്ള ആരോപണം ഉറച്ചു നിൽക്കുകയാണ്. നിയമ നടപടിക്കില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള ആളാണ് രാഹുലിനെ വിമർശിച്ച് രംഗത്ത് വന്ന സരിനെന്ന് കൂടി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ രാഗരഞ്ജിനി ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. എന്തായാലും രാഗരഞ്ജിനി കേസ് കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കുമോ എന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തതുപോലെയുള്ള കേസ് സരിനെതിരെയും എടുക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നവർ, ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ പദവി നേരത്തെ പാലക്കാട് സീറ്റ് അടക്കം കോൺഗ്രസ് അധ്യക്ഷ പദവി അടക്കം ആഗ്രഹിച്ചിരുന്നയാളാണ് സരിൻ. പിന്നീട് രണ്ടും രാഹുലിലേക്ക് പോവുകയായിരുന്നു. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വരുന്നു. CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിക്കുന്നു. പിന്നീട് സർക്കാരിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പദവി CPM സരിൻ നൽകുന്നു. CPM-ന്റെ പ്രവർത്തനങ്ങൾ സജീവമായി സഹയാത്രികനായി സരിൻ തുടരുന്നു. അങ്ങനെയുള്ള സരിനെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അത്ര മറ്റ് പെൺകുട്ടികളുടെ പരാതി ഇല്ലെങ്കിൽ പോലും ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ഇങ്ങനൊരു പരാതി ഉന്നയിക്കുകയാണ്. അവർ കോൺഗ്രസുമായി അടുത്തുനിന്ന്